എല്ലാവർക്കും ഷെറീസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നതാ ഞാൻ ഒരു അടിപൊളി ചായ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ചായ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാലോന്ന്. ഈ ചായക്ക് ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനൊരു അടിപൊളി മസാല ചായ ഉണ്ടാക്കാൻ പോണത്. നമുക്ക് നല്ല ഉന്മേഷം കിട്ടാനും ഒക്കെ നല്ലതാണ് ഈ മസാല ചായ ഉണ്ടാക്കി കുടിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കി നോക്കാം അല്ലെ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. എന്നാലാണ് ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ. പിന്നെ ആരെങ്കിലും ഒക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടാ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പോൾ വരൂ കേട്ടാ. അപ്പോൾ ഞാൻ ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചായപാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. അപ്പം നമ്മൾ 2 ഗ്ലാസ് ചായ ഉണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇനി നമുക്ക് വെള്ളമൊക്കെ തിളച്ച് സെറ്റായി വരണല്ലേ. അപ്പോൾ നമ്മൾ ഇത് ചായയിലേക്ക് ചേർക്കണ മസാല എന്താണെന്ന് നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഒരു 4 ഏലക്കായ, പിന്നെ ഒരു കഷ്ണം പട്ട, പിന്നെ 2 കറാമ്പൂ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കറാമ്പൂ എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ ഇല്ല, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് തുളസിടലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത്. അപ്പോൾ ഇനി ഇതൊക്കെ നന്നായും തിളച്ച് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചായയിൽ ഇട്ട് കൊടുക്കണ്ടേ. അപ്പോൾ നമുക്ക് എത്രത്തോളം കടുപ്പം വേണം വെച്ചാൽ അതിനനുസരിച്ച് ചായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ലെവലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അമ്പ കുറവിലല്ല, നല്ല കടുപ്പത്തിലല്ല, ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി ചായക്ക് ബാക്കി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കണമല്ലേ. അപ്പോൾ നമ്മളതിൽ പാല് സ്റ്റോക്കില്ല, അപ്പോൾ പാൽപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2-3 സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറിയ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ട ചായ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പാലുണ്ടെങ്കിൽ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വേണ്ടേ. അപ്പോൾ ഷുഗർ ഉള്ളവരൊക്കെയാണെന്ന് വെച്ചാൽ പഞ്ചസാര ഇടാതെ കുടിച്ചാൽ മതി കേട്ടോ ചായ. ഞാൻ അപ്പോൾ പഞ്ചസാര ഇടുന്നുണ്ട്, നമുക്ക് പഞ്ചസാര വേണം, അതുകൊണ്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചായ ഒഴിച്ചു കൊടുക്കാം അല്ലേ. നല്ലൊരു അടിപൊളി ചായ തന്നെയാണ് ഇട്ടത്. നമുക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും കേട്ടോ അങ്ങനെ ചായ ഉണ്ടാക്കി കുടിച്ചാൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. നല്ലൊരു അടിപൊളി ചായയാണ്. അപ്പോൾ ട്രൈ ചെയ്യാൻ ആരും മറക്കരുതേ, ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ നമുക്ക് ചായ നന്നായി ഒന്ന് ആറ്റി കൊടുക്കാം അല്ലേ. ചായയുടെ ടേസ്റ്റ് വരുന്നത് ചായ ആറ്റിലാണല്ലേ. അപ്പം നമ്മൾ ചായക്കടയിലൊക്കെ പോയാൽ അവർ നല്ല വീശി ഒഴിക്കല്ലേ ചെയ്യുക ചായ. ചില ചായക്കടയിലൊക്കെ ചായ ഉണ്ടാക്കണവർക്ക് പ്രത്യേക കഴിവാണല്ലേ അങ്ങനെ ഒഴിക്കാൻ. അപ്പോൾ അതൊക്കെ സെറ്റായി ഇനി നമുക്ക് കപ്പിലേക്ക് സെർവ് ചെയ്യാം അല്ലേ. അപ്പം നമ്മളെ ഇന്നത്തെ 4 മണിയുടെ ചായയാണ് കേട്ടോ അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യണത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് വെച്ചാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. പിന്നെ എല്ലാവരും വീഡിയോസൊക്കെ ഫുള്ളായി കാണാൻ ശ്രമിക്കണം, ആരും സ്കിപ്പ് ചെയ്ത് കാണരുത് കേട്ടോ. അപ്പോൾ ചായ സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ നമ്മൾ ചായ സെറ്റ് ചെയ്യണ്ട കേട്ടോ. നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കിയാലോ. നല്ല അടിപൊളി ചായയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ പ്ലീസ് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് അമർത്തിക്കോളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.